ഈ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഇന്ന് ചോറ്റാനിക്കര അമ്മയുടെ അത്ഭുത പായസകഥ ആണ് ഇന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പണക്കാരായ ആളുകൾ സ്വർണപാത്രങ്ങളിലും വെള്ളിപ്പാത്രങ്ങളിലും വലിയ വഴിപാടുകൾ നൽകിയപ്പോൾ ചോറ്റാനിക്കര അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായത് ഒരു പാവപ്പെട്ട ഭക്തൻ മൺകലത്തിൽ വച്ചു വിളമ്പിയ പായസമായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ നട തുറന്ന പൂജാരിമാർ വിഗ്രഹത്തിന്റെ ചുണ്ടിൽ പായസം പിടിച്ചിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. എന്താണ് അത്ഭുത കഥയെന്ന് നമുക്ക് നോക്കാം. പണ്ട് ചോറ്റാനിക്കര ക്ഷേത്രവും പരിസരവും ഇന്നത്തെ പോലെ വലിയ നഗരമൊന്നും ആയിരുന്നില്ല. കാടും മരങ്ങളും നിറഞ്ഞ ശാന്തസുന്ദരമായ ഒരു ഗ്രാമമായിരുന്നു അന്ന്. ആ പ്രദേശത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, ഒന്നുണ്ണാൻ പോലും വകയില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിച്ചിരുന്നു. ദാരിദ്ര്യം അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ചോറ്റാനിക്കര അമ്മയോടുള്ള ഭക്തി അളവറ്റതായിരുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരവും അദ്ദേഹം ക്ഷേത്രത്തിലെത്തും. ദൂരെ മാറി നിന്ന് കൈകൾ കൂപ്പി കണ്ണീരൊഴുക്കിക്കൊണ്ട് അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കും. ക്ഷേത്രത്തിൽ വരുന്ന വലിയ പണക്കാരായ ആളുകൾ അമ്മയ്ക്ക് പലതരത്തിലുള്ള വലിയ വഴിപാടുകൾ നടത്തുന്നത് അദ്ദേഹം എന്നും കാണാറുണ്ടായിരുന്നു. സ്വർണപാത്രങ്ങളിലും വെള്ളിപ്പാത്രങ്ങളിലും സ്വാദിഷ്ടമായ പായസങ്ങളും പലഹാരങ്ങളും അവർ അമ്മയ്ക്ക് നിവേദിക്കും. വില കൂടിയ പട്ടുചേലകൾ അമ്മയെ അണിയിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഈ പാവപ്പെട്ട ഭക്തന്റെ മനസ്സ് ഒരുപാട് സങ്കടപ്പെടും. അമ്മേ, എനിക്ക് നിനക്കൊരു വഴിപാട് നൽകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ അതിനുള്ള വകയില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം ദിവസവും ശ്രീകോവിലിന് മുന്നിൽ വന്ന് വിങ്ങി പൊട്ടുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മയ്ക്ക് സ്വന്തമായി എന്തെങ്കിലും പാകം ചെയ്ത് സമർപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് കടുത്ത ആഗ്രഹമുണ്ടായി. അതിനായി അദ്ദേഹം പലരോടും കൈനീട്ടി കൂലിപ്പണി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഒരു നാഴി അരിയും കുറച്ച് ശർക്കരയും ഒരൽപ്പം തേങ്ങയും ഒപ്പിച്ചെടുത്തു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. വഴിപാട് ഉണ്ടാക്കിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നല്ല പാത്രങ്ങളോ വെള്ളി പിഞ്ഞാണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ തന്റെ വീട്ടിലിരുന്ന ഒരു പഴയ മൺകലം അദ്ദേഹം എടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി. അതിനുശേഷം തന്റെ കുടിലിന്റെ മുറ്റത്ത് അടുപ്പ് കൂട്ടി ഏറെ ഭക്തിയോടെ അദ്ദേഹം പായസം വെക്കാൻ തുടങ്ങി. പായസം അടുപ്പിലിരുന്ന് തിളയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഓരോ തവി പായസം ഇളക്കുമ്പോഴും അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് അദ്ദേഹം മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. തന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അമ്മയോടുള്ള സ്നേഹം മാത്രമാണെന്ന് ആ ഭക്തൻ അറിയാമായിരുന്നു. അങ്ങനെ കണ്ണീരും ഭക്തിയും കലർന്ന ആ മധുരപ്പായസം അദ്ദേഹം ഒരു മൺകലത്തിലാക്കി ആരും കാണാതെ തുണി കൊണ്ട് മൂടി ക്ഷേത്രത്തിലേക്ക് നടന്നു. അന്ന് ക്ഷേത്രത്തിൽ വലിയ തിരക്കുള്ള ദിവസമായിരുന്നു. വലിയ പ്രമാണിമാരും പണക്കാരും ഒക്കെ വഴിപാടുകളുമായി വരിയായി നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഈ പാവപ്പെട്ട ഭക്തൻ തന്റെ പഴയ മൺകലവുമായി കയറി ചെന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര ജീവനക്കാരും പൂജാരിമാരും ആ പാവപ്പെട്ടവനെ കണ്ടതും മുഖം തിരിച്ചു. പ്രമാണിമാരുടെ സ്വർണ പാത്രങ്ങൾക്കിടയിലൂടെ ഒരു പഴയ മൺകലം വയ്ക്കാൻ അവർ സമ്മതിച്ചില്ല. ഇതുപോലെയുള്ള മൺകലങ്ങളൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ഇതൊക്കെ ദൂരേക്ക് മാറ്റി വെക്കെന്ന് പറഞ്ഞ് അവർ ആ പാവപ്പെട്ട ഭക്തനെ ആട്ടിയകറ്റി. ആ മൺകലം അവർ അനാദരവോടെ ക്ഷേത്രത്തിന്റെ ഒരു മൂലയ്ക്ക് മാറ്റി വയ്പ്പിച്ചു. തന്റെ ഇത്രയും നാളത്തെ ആഗ്രഹവും പ്രയത്നവും തകർന്നു പോയത് കണ്ട ആ ഭക്തന്റെ നെഞ്ച് തകർന്നു. അദ്ദേഹം ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ ആ മൺകലവും നോക്കി ക്ഷേത്രത്തിന്റെ ഒരു അരികിൽ പോയിരുന്നു. അമ്മേ, നീ എന്നെ കൈവിട്ടോ? എന്റെ പായസത്തിന് അത്രയ്ക്ക് അശുദ്ധി ഉണ്ടോ അമ്മേ എന്ന് ചോദിച്ച അദ്ദേഹം അവിടെ ഇരുന്ന് വിങ്ങിപ്പൊട്ടി. സമയം കടന്നുപോയി. രാത്രിയിലെ വലിയ പൂജകളെല്ലാം കഴിഞ്ഞു. പ്രമാണിമാരുടെ വലിയ വഴിപാടുകളെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടു. അതിനുശേഷം മേൽശാന്തി ശ്രീകോവിലിന്റെ വലിയ വാതിലുകൾ അടച്ചുപൂട്ടി താക്കോലുമായി വീട്ടിലേക്ക് പോയി. ക്ഷേത്രമുറ്റം വിജനമായി. സങ്കടം സഹിക്കാനാവാതെ ആ ഭക്തനും തന്റെ കുടിലിലേക്ക് മടങ്ങി. എന്നാൽ പിറ്റേ ദിവസം പുലർച്ചെ ആ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോവുകയായിരുന്നു.
നിർമ്മാല്യം തൊഴിയിക്കാനായി, അതായത് പുലർച്ചെയുള്ള ആദ്യ പൂജയ്ക്കായി മേൽശാന്തി ശ്രീകോവിലിന്റെ വാതിൽ തുറന്നു. അകത്തു കയറി വിളക്കുകൾ തെളിച്ച് മേൽശാന്തി വിഗ്രഹത്തിലേക്ക് നോക്കിയതും ഭക്തിയോടും ഭയത്തോടും അത്ഭുതത്തോടും കൂടി പിന്നോട്ട് മാറി. അവിടെയുണ്ടായിരുന്ന മറ്റു പൂജാരിമാരെ എല്ലാം അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു. അവിടെ കണ്ട കാഴ്ച അവരെ ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞു. തലേ ദിവസം രാത്രി പൂജകൾക്കെല്ലാം ശേഷം നിർമ്മാല്യം കഴിഞ്ഞ് അതീവ ശുദ്ധിയോടെ അണിയിച്ചൊരുക്കിയ സാക്ഷാൽ ചോറ്റാനിക്കരമ്മയുടെ വിഗ്രഹത്തിന്റെ ചുറ്റിൽ ഇതാ പായസം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. വിഗ്രഹത്തിന്റെ വായ്ക്കരികിൽ പായസത്തിന്റെ അവശിഷ്ടങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. പൂജാരിമാർ ആകെ പരിഭ്രമിച്ചു. കാരണം തലേ ദിവസം രാത്രി അങ്ങനെ ഒരു പായസം അമ്മയ്ക്ക് ആരും നിവേദിച്ചിട്ടേ ഇല്ലായിരുന്നു. ക്ഷേത്രത്തിന്റെ അടച്ചുപൂട്ടിയ ശ്രീകോവിലിനുള്ളിൽ പൂജാരിമാരല്ലാതെ മറ്റാർക്കും പ്രവേശനവുമില്ല. അങ്ങനെയെങ്കിൽ അമ്മയുടെ ചുണ്ടിൽ എങ്ങനെ പായസം വന്നു? പെട്ടെന്നാണ് മേൽശാന്തിക്ക് തലേ ദിവസം വൈകുന്നേരം നടന്ന ആ സംഭവം ഓർമ്മ വന്നത്. ഒരു പാവപ്പെട്ട ഭക്തൻ മൺകലത്തിൽ പായസവുമായി വന്നതും ക്ഷേത്ര ജീവനക്കാർ അത് അനാദരവോടെ ഒരു മൂലയിലേക്ക് മാറ്റി വപ്പിച്ചതുമായ കാര്യം അദ്ദേഹം ഓർത്തു. പൂജാരിമാർ വേഗം ഓടിച്ചെന്ന മൂലയിലേക്ക് നോക്കി. അവിടെ ഇരുന്ന് മൺകലത്തിന്റെ മൂടി മാറ്റി നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി. ആ മൺകലത്തിലെ പായസത്തിൽ നിന്ന് ഒരു പങ്ക് ആരോ കൈകൊണ്ട് കോരിയെടുത്തതുപോലെ കുറവായിരുന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും ആ വലിയ സത്യം മനസ്സിലായത്. പണക്കാരുടെ വലിയ വലിയ വഴിപാടുകളെക്കാളും സ്വർണ പാത്രങ്ങളെക്കാളും അമ്മ സ്വീകരിച്ചത് ആ പാവപ്പെട്ട ഭക്തൻ തന്റെ കണ്ണീരും ഭക്തിയും ചേർത്ത് മൺകലത്തിൽ വെച്ചു കൊടുത്ത പായസമായിരുന്നു. മറ്റുള്ളവർ അത് തള്ളിക്കളഞ്ഞപ്പോൾ തന്റെ ഭക്തന്റെ സങ്കടം സഹിക്കാനാവാതെ സാക്ഷാൽ ചോറ്റാനിക്കരമ്മ ശ്രീകോവിലിന് പുറത്തിറങ്ങി വന്ന് ആ മൺകലത്തിലെ പായസം നേരിട്ട് വാരി കഴിക്കുകയായിരുന്നു. അമ്മ അത് കഴിച്ചതിന്റെ അടയാളമായിരുന്നു ആ ദിവ്യ വിഗ്രഹത്തിന്റെ ചുണ്ടിൽ കണ്ട പായസം. മേൽശാന്തിയും ജീവനക്കാരും തങ്ങൾക്ക് പറ്റിയ തെറ്റോർത്ത് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. അവർ ഉടൻ തന്നെ ആ പാവപ്പെട്ട ഭക്തനെ തിരഞ്ഞ് അദ്ദേഹത്തിന്റെ കുടിലിലെത്തി. വിവരമറിഞ്ഞ് ഓടിയെത്ത ഭക്തൻ ശ്രീകോവിലിന് മുന്നിൽ വീണുരുണ്ട് കരഞ്ഞു. അമ്മേ, നീ എന്റെ പായസം കഴിച്ചോ എന്ന് ചോദിച്ച് അദ്ദേഹം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്തു. അമ്മയുടെ വലിയ അനുഗ്രഹം ആ ഭക്തന് ലഭിച്ചു. അതേ സുഹൃത്തുക്കളെ, ദൈവത്തിന് പ്രധാനം നമ്മുടെ പണമോ വലിയ വഴിപാടുകളോ വില കൂടിയ പാത്രങ്ങളോ അല്ല. നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയും ഈ പാവപ്പെട്ട ഭക്തനെ പോലെയുള്ള കള്ളമില്ലാത്ത ഭക്തിയും മാത്രമാണ്. നമ്മൾ ഭക്തിയോടെ എന്ത് നൽകിയാലും അമ്മ അത് സ്വീകരിക്കും, ഭഗവാൻ അത് സ്വീകരിക്കും എന്നതിന് തെളിവാണ് ചോറ്റാനിക്കരയിലെ ഈ അത്ഭുത കഥ. ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്തിനായി കമന്റിൽ അമ്മേ നാരായണ എന്ന് കുറിക്കാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ ഐതിഹ്യ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.